ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നാട്ടോ നമ്മുടെ ഹൗസ് വാമിങ്. അപ്പോൾ അതിൻ്റെ പാലാച്ച പരിപാടിയൊക്കെ ഇന്നാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഒരുപാട് നാളായിട്ട് ഭയങ്കര കട്ട വെയിറ്റിങ്ങോടെ എക്സൈറ്റ്മെൻറ്റോടെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഡേ ആണ് നമ്മുടെ ഹൗസ് വാമിങ് ഡേ. പക്ഷേ ആ ഡേ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഹറിബറി ആയിരുന്നു. നമുക്ക് തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് കയറ്റാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരു രാവിലെ ആയത്തേക്കും മൊത്തത്തിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. മാത്രമല്ല നമുക്ക് ഡ്രസ് കോഡ് ചൂസ് ചെയ്തേക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഹെസായുടെ ഡ്രസ്സും സനായുടെ ഡ്രസ്സിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതായിരുന്നു. പക്ഷേ ഹെസായുടെ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് പോലും ഹെസ ഇട്ട് നോക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഹെസാനെ എണീപ്പിച്ചിട്ട് ആ ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഹെസ ഭയങ്കര കരച്ചിലാണ്. എന്ത് ചെയ്ത ഡ്രസ്സ് ഇടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ഹെസ കുറച്ച് നേരം ഒന്ന് ഉടക്കിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഹെസാനെ നിർബന്ധിച്ചാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഹെസാനൊക്കെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് ഇങ്ങനെ കയറേണ്ട. അപ്പോൾ ആദ്യം തന്നെ ഉമ്മച്ചിയും വാപ്പിച്ചിയും ആയിരുന്നിട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അവരാണ് ആദ്യം വീട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി നമുക്ക് കയറ്റാനുള്ള സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ ഹെസാനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഡ്രസ്സ് അതൊന്നുമല്ല, എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് ഹൗസ് വാമിങ് എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഹെസ പറയുന്നതാണ് കേട്ടോ, ഉമ്മി ആ ഡ്രസ്സ് നല്ലതാണ്, എനിക്ക് നല്ല സോഫ്റ്റാണ്, ഉണ്ടായി നല്ല സുഖമുണ്ടെന്ന്. അത്ര നേരം രാവിലെ നമുക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടെടുത്ത ആളാണ് ഈ രാത്രി വർത്തമാനം പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മളിത് എല്ലാ സാധനങ്ങളൊക്കെ കയറി നമ്മൾ സുബൈ ബാങ്കിന് ശേഷം ഓർന്നിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ചെറിയ രീതിക്ക് നമുക്ക് മഴയും കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ മഴ കണ്ടപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. കാരണം ഫംഗ്ഷൻ നടക്കുന്ന ടൈമിൽ എല്ലാവരും വിസിറ്റേഴ്സൊക്കെ വരുന്ന ടൈമിൽ മഴയാണെങ്കിൽ ആകെ മൊത്തം കൊളാവുമല്ലോ എന്നോർത്ത് ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ മാത്രമേ മഴ ഉണ്ടായി. എന്തായാലും മഴ നല്ല ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണെന്നുള്ള പറയാം. അപ്പോൾ നമുക്ക് ഏറെ ടൈമിൽ തന്നെ നമുക്ക് അൽഹംദുലില്ലാ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ അന്ന് തന്നെ വീട്ടിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കയറ്റിയതിന് ശേഷം നമ്മളിത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇതും കൂടി സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ട് നമ്മളിത് പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അടുത്തോട്ട് കിട്ടിയാൽ പോരെ നോക്കി. അത് സെപ്പറേറ്റ് ഒക്കെ പറഞ്ഞു മറ്റേ പാല് ഇതിപ്പോൾ ഒരുമിച്ച് ഞാൻ തിളപ്പിക്കാമല്ലോ. ഗ്യാസല്ലേ പെട്ടെന്ന് ആയിക്കോളില്ലേ. 5 പിന്നെ ഞാൻ പോയിച്ചിട്ടുണ്ട് പറയുന്നത് വലിയ അടുപ്പിൽ അത് ഇത് നിൽക്കണ്ടേ മാക്സിമം പുതിയതല്ലേ കയറി വരാൻ ചില സമയം. രണ്ടെണ്ണോടും കിട്ടണമെങ്കിൽ ഇത്ര ആ ഗ്ലാസ് എടുത്തുള്ളൂ കേട്ടാ. വെള്ളം കളിപ്പിക്കാനാ
കപ്പ് കപ്പ് കുറച്ച് മധുരം ഇട്ടാതെ കപ്പ് കിട്ടിയാ ഏതാ മധുരം വേണ്ടാത്തവരുണ്ട്. റൈഫ് എവിടെ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അങ്ങനെ പാലാച്ചൽ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാല് ശരിക്കും കാച്ചിക്കാനായിട്ട് അത് പൊന്തി വരണം മാത്രം, പൊന്തി വന്നിട്ട് അത് തൂവിക്ക് പോകണമെന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് പൊന്തി വരാൻ അത്ര പേരേ ഉള്ളൂ. ശരിക്കും അത് താഴെ വീണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാച്ചിയ പാലെല്ലാം വന്നവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെളുപ്പിന് വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും നമ്മൾ പാല് കാച്ചിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ചെറിയൊരു മൗലൂദ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കട്ട് ചെയ്തതല്ലേ? അരിയന്തപ്പഴം വെച്ചാൽ ടേസ്റ്റ് ഉണ്ടോ? വേണോ? വെറുതെ
ഗൈസ്, ഞാൻ ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളി. ഇപ്പോൾ രാവിലെ എന്താ എണീച്ചിട്ട് ഇവിടെ നോക്കി ഇങ്ങനെ ഇരിക്കും. അവിടെ എന്ത് ഇവിടെ മറ്റേതൊന്നും കൊടുത്തില്ല. ഞാൻ അങ്ങനെ മൗലൂദ് പരിപാടി കഴിഞ്ഞ ശേഷം മൗലൂദിന് ശേഷം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഡേറ്റ്സും അതേപോലെ തന്നെ ക്യാഷും പിന്നെ അലുവയും കരുതിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വാപിച്ച് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമായിട്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ടായ ഫുഡായിട്ട് നമുക്ക് പത്തിരി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബീഫ് കറി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ തിരക്കിനിടയിൽ സനാക്ക് ഹസാക്കുന്ന ഫുഡ് എന്ത് ചെയ്താൽ വാരി കഴിക്കാൻ പറ്റില്ല, വാരി കൊടുക്കണമെന്ന്. പിന്നെ ഞാൻ ഓർത്ത് വൈറ്റ് ഡ്രസ്സ് എന്തായാലും ചീത്താക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അത് രണ്ടുപേർക്കും വാരി കൊടുക്കേണ്ട. അപ്പോൾ ഹസാക്ക് അന്നത്തെ ദിവസം പതിവില്ലാത്ത ഭയങ്കര ഒരു വാശിയായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ സ്ഥിരം കലാപരിപാടിയായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഭയങ്കര ബിസി ആയി പോയിരുന്നു. രാവിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയായപ്പോൾ തുടങ്ങി നമ്മൾ ഹൗസ് വാമിംഗ് വിളിച്ചവരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ആഫ്റ്റർനൂൺ വരാൻ പറ്റാത്തവരൊക്കെ മോർണിംഗിൽ തന്നെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ്ങിൽ കുറേ പേര് വന്നിട്ടുണ്ടായി, അങ്ങനെ നൈറ്റിലും കുറച്ച് പേര് വന്നൊക്കെ വന്നിട്ടുണ്ടായി. അങ്ങനെ ആകെ മൊത്തം ബിസി ആയിരുന്നു. പിന്നെ കുറച്ച് പണികളും ഭയങ്കര ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്ന് പോകുമ്പോഴാണെങ്കിലും കുറേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് രീതിയിലുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്നപ്പോൾ തന്നെ പണി കിട്ടിയ അങ്ങനെ നോക്കിയിരിക്കും സഹായിക്കാൻ. കേറ്. സ്വാമിങ്ങിൻ്റെ അന്ന് രാവിലെ ആയിരുന്നിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായ ഡൈനിങ് ടേബിൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ടായി. അങ്ങനെ നമ്മുടെ രാവിലത്തെ തിരക്കൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമുക്കുണ്ടായിരുന്ന എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വരാനുള്ളവരൊക്കെ രാവിലെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുമ്പോൾ ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് എന്തായാലും ബാക്കി ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായാലും പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ബാക്കി ഹൗസ് വാമിങ് വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. Fayhan നോക്കിയേ, ഫൈഹൻ നോക്ക്. സന സന
കയറി